എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയാ ഞാൻ, വല്യമ്മ. ആ, എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇവന്റെ ചെവി നല്ലോണം കറുത്തിട്ടാന്നല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. നിനക്ക് തോന്നിയാ? ഇവനെ കണ്ടാ അറിഞ്ഞൂടെ? എന്റെ കെട്ടിയോന്റെ അനിയനെ അങ്ങ് പറിച്ചു വെച്ചേക്കണ പോലെ ഒട്ട്. ഞാൻ വിചാരിച്ചാ നിന്റെ കൂട്ടിരിക്കുന്ന കേട്ടോ. ഞാൻ ഇത് എന്നെ പറ്റി ഒട്ടും അങ്ങോട്ട് കളറില്ല, കറുത്തിട്ടിരിക്കുവോ കൊച്ച്. ചെവി നല്ല കറുത്തായിരിക്കുന്നത്, പോകെ 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 അങ്ങ് നിറമില്ലാണ്ടായിക്കോളും. ഷോ, ജനിച്ചപ്പോഴും എങ്ങനെയായിരുന്നോ? ആ, ഉണ്ടായ ദിവസം പോലെ പിന്നെ ഇങ്ങനെ. പിന്നെ കളറിലൊക്കെ എന്തിരിക്കണേ ചേച്ചി, എനിക്കതൊന്നും വലിയ കാര്യമില്ല. ഇവനൊരു കുഴപ്പമില്ലാതെ നല്ലൊരു കുഞ്ഞായിട്ട് വേറെ വൈകല്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊക്കെ നീ ഇപ്പം പറയും. കൊച്ചു വലുതായി വരുമ്പോഴാണ് മനസ്സിലാവുക കൊച്ചിന് നിറമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം നിനക്ക് നല്ല വിഷമം തോന്നും. അല്ലാണ്ട് ഇപ്പം കടന്ന് കാര്യം വലിയ വീരവാദമൊക്കെ പറയാം, കറുപ്പും വെളുപ്പിലൊക്കെ എന്തിരിക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ സ്വന്തം കാര്യത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിഷമവും വേദനയൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേച്ചി. സത്യം പറഞ്ഞ കുഞ്ഞിന് എൻ്റെ നിറം കിട്ടണമെന്ന് എനിക്കൊരൊട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഞാൻ ഈ നിറം വെച്ചിട്ട് ഈ വെളുപ്പ് കൊണ്ട് എന്തോരം കളിയാക്കലും ഇരട്ടപ്പേരുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ നിറം തന്നെ നല്ലത്. എപ്പോഴും ഇതൊക്കെ പറഞ്ഞാൽ മതി. എന്നാ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് നിൻ്റെ കാര്യമൊക്കെ ചോദിക്കാൻ മറന്നുപോയി. പ്രസവ ശുശ്രൂഷയൊക്കെ എവിടെ വരെ ആയി? ആ, അതൊക്കെ നടക്കണ്ട്. അമ്മ തന്നെ എല്ലാം ചെയ്യുന്നത്. ഒരാളെ നിർത്തിക്കൂടായിരുന്നു. എന്നെ അതിന് അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കുന്നത്. എടി അത് മാത്രമല്ല, അമ്മമാർ നോക്കുന്നോട്ടല്ല, ഒരു ചേച്ചിമാരെ അത് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റമുണ്ട്. എൻ്റെ 2 പ്രസവത്തിൻ്റെ സമയത്ത് ഒരു ചേച്ചിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 10-30 ദിവസം ആ ചേച്ചി തന്നെയായിരുന്നു ഈ കൊച്ചിനെ നോക്കുന്നു, എന്നെ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഈ അങ്ങനെ ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ നടുവേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. നല്ല ശുശ്രൂഷ കിട്ടിയോണ്ടേ. ഞാൻ വന്നപ്പോൾ തൊട്ട് നിൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാ. എൻ്റെ കളറൊക്കെ പോയല്ലോ. എന്ത് നിറമായിരുന്നു നിനക്ക്. നിറം പോയെന്നോ? എനിക്കങ്ങനെ തോന്നിയില്ല. കാണാൻ വരുന്നവരാരും അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി മാത്രം പറഞ്ഞേ. അതൊക്കെ നിന്നെ നിറത്തിനോടുള്ള കുശുമ്പ് കൊണ്ട് ആരും പറയാത്ത. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നിൻ്റെ ഈ വെളുത്ത നിറത്തിനോട് നല്ല അസൂയുണ്ട്. പക്ഷേ എനിക്കില്ല കേട്ടോ. ഈ നിന്നോട് കുശുമ്പുള്ളവരാ നിൻ്റെ അടുത്ത് ഈ കുറഞ്ഞ കാര്യമൊന്നും പറയാത്തത്. പക്ഷേ എനിക്കതില്ലാത്തതുകൊണ്ട് നിന്നോട് പറഞ്ഞു, നല്ലോണം നിറം പോയി കേട്ടോ. അല്ല, ഉണ്ണിമോളും അപ്പമൊക്കെ എന്ത് പറയുന്നു? കൊച്ചുങ്ങളെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവരുടെ സ്കൂൾ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച പിള്ളേരെ കൊണ്ടുവരാഞ്ഞ്. പിന്നെ എല്ലാവരോടും കൂടെ വരാൻ നോക്കുന്നത്. അതൊന്നും വരൽ നടക്കില്ലെന്ന് എല്ലാവരുടെയും ഒഴിവ് നോക്കിയിട്ടേ. ഉണ്ണിമോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരുടെയും ഇരുന്ന് ചോറുണ്ടായിരുന്നേ. നിൻ്റെ കെട്ടിയവനും ഉണ്ട്, എൻ്റെ ഭർത്താവും ഉണ്ട്, നമ്മുടെ അമ്മായിമ്മയും ഉണ്ട്, എൻ്റെ 2 മക്കളും ഉണ്ട്, ഞാനും ഉണ്ട്. പെട്ടെന്ന് ഉണ്ണിമോള് പറയുക, ചെറിയച്ഛൻ മാത്രം എന്നാ ചോക്ലേറ്റിൻ്റെ കളർ, ബാക്കി ഞങ്ങളെല്ലാവരും വൈറ്റ് ആണല്ലോ എന്ന്. എൻ്റെ പിന്നെ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. അവനാണെങ്കിൽ എന്താണ്ട് പോലായി. അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഹേ ഇല്ല. അല്ല, ഉണ്ണിമോളെന്താ അങ്ങനെ പറഞ്ഞേ? അവൾക്ക് എന്നെ ബോധം ഉണ്ടായിട്ടടി. 5 വയസ്സല്ലേ ഉള്ളൂ. വെറുതെ തമാശ പോയിട്ട് പറഞ്ഞ. അവളുടെ നാക്ക് നിനക്കറിയാമല്ലോ. എല്ലാവരുടെയും മോളിൽ കയറി വർത്തമാനം പറയാൻ അവളെ കഴിഞ്ഞാണുള്ളൂ. അവൾ അതിൻ്റെ ഒരു ഇതങ്ങ് പറഞ്ഞാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കേട്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നു. നിന്നെ കെട്ടിയവനാണെങ്കിൽ അങ്ങ് എന്നാന്ന് വെച്ചാൽ അങ്ങനെ ചൂളി പോയ കൂട്ട് അവനങ്ങ് ആ കൊച്ചിൻ്റെ വായിന്നല്ലേ അങ്ങനെ കേട്ടെ. ഞാൻ വല്ലാണ്ട് വിഷമമായി. അവൻ്റെ മുഖം മാറി കണ്ടപ്പോൾ ഞാൻ ആ വിഷയം അങ്ങ് മാറ്റി. ഉണ്ണിമോളോട് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ ചേച്ചി? കൊച്ചിനറിയില്ല അതെന്താ ശരി ഏതാ തെറ്റാന്ന്. അത് പറയുന്നതിൻ്റെ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ഉള്ള വിഷമമൊന്നും അതിനറിയില്ല. ബോധമില്ലാണ്ട് പറഞ്ഞായിരിക്കും. പക്ഷേ നമ്മളല്ലേ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നാളെ ഒരു സമയത്ത് പുറത്തെവിടെയും പോയിട്ട് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കൊച്ചുങ്ങളെടുത്ത് നീ ഇങ്ങനെ ചോക്ലേറ്റാണ് ബ്ലാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വിഷമാവത്തില്ലേ? വലിയ പ്രശ്നമാവും. ചേച്ചിക്കത് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? അവളോട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അതൊന്നും വേണ്ട. അവൾ ചെറിയച്ഛനെ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞേ. അത് അവനും മനസ്സിലായി. വർത്താനം പറഞ്ഞിരിക്കുകയെന്ന്. ഇനി സംസാരമൊക്കെ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറുണ്ട? വേണ്ട, ഞാൻ ഇറങ്ങുവാ. 12:30 കഴിഞ്ഞു. ഇനി ചോറിനിട്ട് പോയാൽ മതി. വേണ്ടെന്നേ, വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഞാൻ കൊച്ചിനെ കാണാമെന്ന് പറഞ്ഞ് ഓടി ഇങ്ങ് വന്നേരല്ലേ. ഞാൻ എന്നാൽ പിന്നെ ഇറങ്ങാം കേട്ടോ. പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ ഭക്ഷണമൊക്കെ അങ്ങോട്ട് കഴിക്കാം കേട്ടോ. ശരി എന്നാൽ ഞാൻ ഇറങ്ങുകയാണേ. ശരി ചേച്ചി. ശരി എന്നാൽ കേട്ടോ. ഞാൻ എന്നാൽ യാത്ര പറഞ്ഞിട്ട് വരാം. അമ്മേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. കൊച്ചിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഓടി വന്നെയാ. പ്രസവിച്ച സമയത്ത് ഫോട്ടോ മാത്രമല്ലേ കണ്ടുള്ളൂ. അതവൻ്റെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി അങ്ങ് വന്നെയാ. പിള്ളേരും വരാറായി. അമ്മ, എനിക്ക് മാത്രമാണോ തോന്നിയേ? കൊച്ചിനെ അമ്മയുടെ മോളുടെ ഒരു ചായയും ഇല്ല. നിറവോ മുഖമോ ഭാവവും എല്ലാം അവൻ്റെ ആയിപ്പോയി. എൻ്റെ കെട്ടിയവൻ്റെ അനിയൻ്റെ. അവളുടെ പോലെ അല്ല എന്ന് കുഞ്ഞിനെ കാണാൻ വരുന്നവരൊക്കെ പറയാറുണ്ട്.
സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞ് അന്നേ ചിന്തിക്കും. സാധാരണ പെമ്മക്കളെയൊക്കെ കെട്ടിക്കുമ്പോൾ മാതാപിതാക്കൾ എന്നാ ചിന്തിക്കുക, പെമ്മക്കൊക്കെ ചേരുന്ന വരന്മാർ, നല്ല ഭംഗിയും നിറവും ഒക്കെയുള്ള ഐശ്വര്യമൊക്കെ ഉള്ള അങ്ങനെയുള്ള മരുമക്കളെയല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. നിങ്ങളെങ്ങനെയാണ് സമ്മതിച്ചത്? ഇതൊരുമാതിരി ഒന്നിനും ഒരു ചേർച്ചയില്ല. അമ്മയുടെ മോൾക്ക് എന്നാ ഭംഗിയാണ് കാണാൻ, നല്ല നിറവും ഐശ്വര്യമൊക്കെയാണ്. പക്ഷെ അവന് ഒന്നിനും കൊള്ളത്തില്ല. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ അനിയനൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ നിറവോ ഐശ്വര്യമോ അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യമോ ഒന്നും അവനില്ല. നിങ്ങളെങ്ങനെ മകളുടെ ഇതിനൊക്കെ സമ്മതിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ അത്യാവശ്യത്തിന് ഒരു നിറമുണ്ട്, എൻ്റെ ഭർത്താവിന് ആവശ്യത്തിന് നിറമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കൾ നല്ല ഒരു സാധാരണ പിള്ളേർക്കുള്ള നിറമില്ലേ, ഇതിപ്പോൾ അമ്മയുടെ മോളുടെ ഈ കൊച്ചുണ്ടായിരിക്കുന്നത്, ആ കൊച്ചു വളർന്നു വരുമ്പോൾ എന്നാ കോലമായിരിക്കും, രണ്ട് കണ്ട ഒരു അവസ്ഥ. അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ചേരേണ്ടത് ചേർക്കാൻ പാടുള്ളൂ. എൻ്റെ മോളുടെ ചിന്താഗതി ഒന്നും അത്ര ശരിയല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ തെറ്റായ ധാരണകളാണ്. ഈ നിറത്തിലൊന്നും അല്ല ഒരു കാര്യം ഇരിക്കുന്നത്. നല്ലോണം നിറം ഉണ്ടായിട്ട് വലിയ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ട് മനസ്സ് അറിയാൻ മറ്റുള്ളവരുടെ അസൂയയും കുശുമ വിചാരിച്ചുകൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതിനും വേഗം നിറമില്ലാത്തവർ തന്നെയാണ്. ഒരു മനുഷ്യരുടെ സ്വഭാവം നിശ്ചയിക്കുന്നതേ മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതിയൊക്കെ വെച്ചാൽ, അല്ലാണ്ട് പുറം കളറിലൊന്നും അല്ലെന്നേ. മോളെല്ലാം പിന്നെ ഇറങ്ങുമല്ലേ, ഞാൻ അടുക്കള കുറേ പണിയുണ്ട്, കൊച്ചും അവളിങ്ങനെ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ടേ കുറേ പണിയുണ്ട്. ഞാൻ ഇറങ്ങാ. തളച്ചാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഉണ്ടാക്കണ കൊച്ചു കണ്ടില്ലേ, ഇങ്ങനെ തന്നെ നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിന് പിന്നെ എന്താ ഉണ്ടാവുക?